സൂപ്പർ സൂപ്പർ വെറൈറ്റി അടിപൊളി. ഇതിൽ ഒരുപാടൊന്നും നമുക്ക് വിട്ട് പറയാൻ പറ്റില്ല, കാരണം സ്പോയിലർ ആവും. അത്രയ്ക്കും നല്ല കിടില സംഭവം എന്ന് വെച്ചാൽ മമ്മൂക്കയെ സമ്മതിക്കണം. കാരണം ഈ ഒരു റിസ്ക് ആരും എടുക്കില്ല. ഈ കഥാപാത്രം ചെയ്യാൻ ഒരു മമ്മൂക്കയുടെ റേഞ്ച് അറിയാമല്ലോ, ആ കഥാപാത്രം ചെയ്യുന്ന റിസ്കിന് അദ്ദേഹത്തിന് പിന്നെ ജിതിനെ എടുത്ത് പറയണം. ഡയറക്ടർ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകൻ എല്ലാവരും സൂപ്പർ. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ നാളിതുവരെ കണ്ടിട്ടില്ല. ഇത് മമ്മൂട്ടിയെ കൊണ്ട് മാത്രം ചെയ്യാൻ അങ്ങനെ ഒരാളും ധൈര്യപ്പെടില്ല. കാരണം മമ്മൂട്ടി ഇതിൽ പ്രതിനായകൻ തന്നെയാണ്, നായകൻ വിനായകൻ തന്നെയാണ്. വിനായകൻ വേറെ ലെവലാണ് ഈ സിനിമയിൽ. അത് നിങ്ങൾ കണ്ടു തന്നെ ആവുക. മമ്മൂട്ടിയെ കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഈ ലോകത്തൊരാളും ഉണ്ടാവില്ല. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമയാണ്, പുതുതലമുറകൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മമ്മൂക്കയ്ക്ക് സമം മമ്മൂക്ക മാത്രം, ഇനി ഒരാളുമില്ല. അതിൻ്റെ മേലെ വെക്കാൻ ഇനി ഒരാളും വരാനില്ല, വന്നാലും അയാളിലൂടെ മാത്രം. ഗംഭീരം. മമ്മൂക്ക, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, ഗായത്രി അരുൺ എല്ലാവരും നന്നായിട്ടുണ്ട്. മമ്മൂക്ക കുറേ ദിവസം കഴിഞ്ഞ് ഈ സിൽവർ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം. നല്ലൊരു ഗ്യാപ്പിന് ശേഷം മമ്മൂക്ക, വിനായകൻ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് അടിപൊളി. പുതുമുഖ ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിരിക്കാൻ ദിവസം പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതിൽ വിനായകൻ്റെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. ഒരുപാട് ആക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശ്രദ്ധ ഈ രണ്ട് നടന്മാരിലോട്ടേ പോകും. ബാക്കിയുള്ളവരെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല, കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ പോകുന്നത്. ഈ രണ്ടുപേരുടെ പീക്ക് പെർഫോമൻസ് ആണ്. പിന്നെ മമ്മൂക്ക ഓഫ് കോഴ്സ് നമുക്കറിയാം നന്നായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം. എന്നെ കൂടുതൽ ഞെട്ടിച്ച വിനായകനാണ്. കാരണം വിനായകനിൽ നിന്നും എങ്ങനെ നമ്മൾ റെയറായിട്ട് ഇങ്ങനത്തെ പെർഫോമൻസുകൾ കണ്ടിട്ടുള്ളൂ. മമ്മൂക്ക ഓഫ് കോഴ്സ് ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും, നമുക്കറിയാം. പക്ഷേ എന്നെ കൂടുതൽ ഞെട്ടിച്ച വിനായകനാണ്. കാരണം ക്ലൈമാക്സിലൊക്കെ പോകുമ്പോൾ പീക്ക് പെർഫോമൻസ് ആണ് പുള്ളി. പിന്നെ ഇതിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണെന്നുള്ള അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ. ഒരുപാട് റൂമേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു എന്തായിരിക്കും എന്നുള്ളതൊക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൊള്ളാം, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി എല്ലാം കൊള്ളാം. എങ്കിലും ഏറ്റവും ഇതിൻ്റെ എടുത്ത് പറയേണ്ട സാധനം ഈ രണ്ട് നടന്മാരുടെ കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെ അല്ലാതെ വേറെ ആരെയും തന്നെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അത്ര ടോപ്പായിട്ടാണ് വിനായകനും മമ്മൂക്കയും പെർഫോം ചെയ്യുന്നത്. എനിക്ക് ക്ലൈമാക്സ് ആ ഒരു സാധനമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. വിനായകൻ എക്സ്ട്രീം ലെവൽ, കാരണം തുടക്കം മുതൽ അവസാനം വരാം. കാരണം ഇതുപോലുള്ളൊരു സൈക്കോ ടീമുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം ഒരു 10-22 പെൺകുട്ടികളുടെ ഒരു ജീവിതത്തിൻ്റെ കഥ പറയുന്നതാണ്. കാരണം ഇത് മസ്റ്റായിട്ട് നമ്മൾ അമ്മ പെങ്ങന്മാർ മനസ്സിലാക്കേണ്ടതാണ്. കുടുംബത്തിലൊക്കെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്കൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ മുതലാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള കഴുകന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു മെസ്സേജാണ് ഇവ തന്നിട്ടുള്ളത്. ആ മെസ്സേജ് നമുക്ക് കാണാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. മമ്മൂട്ടി എന്നുള്ളൊരു മനുഷ്യൻ, മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തി ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വ്യത്യസ്തമായി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളൊരു നോക്കിക്കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പല ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, കാരണം അത് ഒത്തിരി ക്ലോസ് ഷോട്ടുകൾ ഈ സിനിമയിലുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രം കാണിക്കുന്നത്. അതായത് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന മാനറിസംസും കാര്യങ്ങളൊക്കെ. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ പോസ്റ്ററുകൾ, അദ്ദേഹത്തിൻ്റെ ആയിട്ട് പുറത്തു വന്ന പോസ്റ്ററുകളെല്ലാം സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ ഇതായിരുന്നു. ഒരു കൊടൂര വില്ലൻ സംഭവങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ വിനായകൻ അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഒരു പ്രേക്ഷകരുടെ രീതിയിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം ഈ ഒരു സിനിമയിലുടനീളം പല നമ്മളൊരു തിരുവനന്തപുരത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കന്യാകുമാരിയിലൊക്കെ ചില പ്രദേശങ്ങളിൽ ഉള്ള ഒരു സംസാര ശൈലി, അതായത് മലയാളം സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം വളരെ നല്ല രീതിയിലുള്ളൊരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ പല ലൊക്കേഷൻസ് നമുക്ക് ഈ സിനിമയ്ക്ക് കാണാൻ പറ്റും. നാഗർകോവിൽ ബസ് സ്റ്റാൻഡ്, മുട്ടം ബീച്ച്, മുട്ടം ലൈറ്റ് ഹൗസ്, അങ്ങനെ അടക്കം പല കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മലയാള സിനിമയിൽ വീണ്ടും നമ്മൾ ഞെട്ടിക്കൽ ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. പിന്നെ ഭയങ്കര കൊടൂര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഓരോ പ്രേക്ഷകനും എഴുത്ത് തന്നെയാണ് ഒരു സിനിമയുടെ ബാക്ക് ബോൺ ആയിരിക്കുന്നത്. അപ്പം ഈ ഒരു നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത അൺപ്രഡിക്റ്റബിൾ സംഭവങ്ങൾ അല്ലെങ്കിൽ കൂടെ തന്നെ അത് മികച്ച രീതിയിൽ തന്നെ എഴുതി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആകെ മൊത്തം നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ തന്നെയാണ് കളങ്കാവ്. മമ്മൂട്ടിയുടെ ഈ പ്രായമായിട്ടും ഇത്രയും ഒരു അഭിനയ പാഠവും കാഴ്ചവെച്ച് വളരെ മനോഹരമായിട്ടുണ്ട്. അതേപോലെ തന്നെ വിനായകൻ പോലീസ് വേഷത്തിൽ വന്ന് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഫിലിം കുറച്ച്
ഈ ആധുനിക യുഗത്തിൽ നിന്ന് അത്യാധുനിക യുഗത്തിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആക്കണം. എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിൻ്റെ മൂവ്മെൻ്റൊക്കെ വളരെ സ്ലോ ആയിട്ട് തോന്നി. കാരണം അത് കാലത്തിനനുസരിച്ച് സിനിമയുടെ മൂവ്മെൻറ്റ്സ് കൂടെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആകണമെന്ന് തോന്നി. നല്ല സിനിമ. അയ്യോ ഭയങ്കര അഭിനയമല്ലേ, നല്ല സിനിമ. സൂപ്പർ പടം, വേറെ ഒന്നും പറയാനില്ല. പീക്ക് പെർഫോമൻസ്, അടിപൊളി പടം. മമ്മൂട്ടിയാണ് ഓളിനോ, വിനായകനും കൊള്ളാം. വലിയ ഗുണമൊന്നുമില്ല, കഥയൊന്നും മനസ്സിലായുമില്ല, എങ്ങനെയോ പെട്ടെന്ന് അവസാനിച്ച പോലെ, ഒന്നും തീരുമാനമായിട്ടില്ല. അഭിനയം പിന്നെ പറയാനല്ല, മമ്മൂട്ടിയല്ലേ, അഭിനയത്തിൻ്റെ അല്ല, കഥയാണ്. ഒന്നുമില്ല അതിനകത്തൊന്നുമില്ല. അവസാനം എന്തോ ആയി തീർന്നു, പെട്ടെന്നങ്ങ് തീർന്നില്ല എന്ന് വിചാരിച്ചോണ്ട് പിന്നെ ഇരിക്കുക. ഇത് തീർന്നു, എഴുതി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തീർന്നു, പരിപാടി തീർന്നു. എങ്ങനെ ഉണ്ടെന്ന് ഒന്നും പറയില്ല. 8 മാസത്തിന് ശേഷം മമ്മൂക്കനെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷം. ജിതിൻ കെ ജോസ് അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. കിടിലം പടം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ട് നല്ല കിടിലം പടം. വിനായകൻ ചേട്ടനും മമ്മൂക്കയും എല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക. ആരും സ്പോയിലർ ചെയ്യില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും കാണുക. മമ്മൂക്ക കിടിലം.